കേസ് അന്വേഷിക്കാനല്ല, ഭർത്താവ് അകത്തും ചെറുപ്പക്കാരി ഭാര്യ പുറത്തുമായി പോയതിന്റെ ദുഃഖം തീർത്തു കൊടുത്ത് സഹായിക്കാൻ, എന്റെ ഭാര്യയെ ഒപ്പം കിടക്കാൻ ക്ഷണിക്കാൻ. അതേടാ, അന്ന് അവൾക്കിത് തരാൻ കെൽപ്പില്ലാതെ പോയി. ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി. ഫ്രസ്ട്രേഷൻ തീർക്കണം നിനക്കെന്റെ. എന്റെ കോംപ്ലക്സ് എന്താണെന്ന് അറിയണം നിനക്ക്. അതല്ലേ നീ വിളിപ്പിച്ചത്. ഐ ഹാവ് നോ ഫ്രസ്ട്രേഷൻസ്. ഒരു നിരപരാധിയുടെയും രക്തം പുരണ്ടിട്ടില്ല നരേന്ദ്രന്റെ കയ്യില്. എന്നിട്ടും ഒറ്റ മകൻ കസ്റ്റഡിയിൽ മരിച്ച ദുഃഖം ഇനിയും കുടിച്ചു തീർത്തിട്ടില്ലാത്ത ഹസൻ മൊയ്തീന്റെ വൃദ്ധരായ ഉമ്മയ്ക്കും പാപ്പയ്ക്കും എന്റെ തുച്ഛ വരുമാനത്തിൽ നിന്ന് ഇപ്പോഴും മുറതെറ്റാതെ ഒരു തുക എത്തിച്ചു കൊടുക്കുന്നുണ്ട് നരേന്ദ്രൻ. ഓരോ മാസത്തിലും ഒരു കുറ്റബോധമില്ല നരേന്ദ്രന്. ബട്ട് യു ഹാവ് ഫ്രസ്ട്രേഷൻസ്, യു ആർ സ്കെയർഡ്. അതുകൊണ്ടാണ് നീ എന്നെ വിളിപ്പിച്ചത്. പക്ഷെ ബാലഗോപാലൻ, മോർച്ചറിയിൽ ജോസിന്റെ ബോഡി കിടത്തിയതിനപ്പുറം എന്റെ മുന്നിൽ നിൽക്കുമ്പോ അസിസ്റ്റന്റ് പോലീസ് സർജൻ ഡോക്ടർ രത്നകുമാരി, നിന്റെ ഭാര്യ, അവരുടെ മുഖത്ത് ഞാൻ കണ്ട ഭീതി,